ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം ഈ ഒരു സംഗതിയെക്കുറിച്ചാണ്. അതായത് ഒരു റിമോട്ട് ഫ്ലിപ്പ് കീനെ കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് ഇത്രയും വലിയ സംഭവം പറയാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നക്കാരനാണ് ഈ പറയുന്ന ഫ്ലിപ്പ് കീ. അതായത് നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഫ്ലിപ്പ് കീ ഇതൊരു പ്രശ്നക്കാരനാണോ എന്ന് ചോദിച്ചാൽ ഇവൻ കാണാൻ നല്ല അടിപൊളിയാണ്, ഭയങ്കര ലുക്കാണെന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ടൈം വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇതിനൊരു കുഴപ്പം കൂടി ഞാൻ പറഞ്ഞുതരാം. മിക്ക വാഹനങ്ങൾ അല്ലെങ്കിൽ ചില വാഹനങ്ങൾക്കെങ്കിലും ഇതുപോലെ ഫ്ലിപ്പ് കീസ് അവൈലബിൾ ആണ്, കമ്പനിയിൽ നിന്ന് വരുന്ന ഫ്ലിപ്പ് കീസ് അവൈലബിൾ ആണ്. എന്നാൽ ഇങ്ങനെ അവൈലബിൾ അല്ലാത്തതിന് നമുക്കിതുപോലെ ഫ്ലിപ്പ് കീ ചെയ്തെടുക്കാൻ സാധിക്കും, നമുക്ക് സുഖമായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഇതിന് വലിയ റേറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. എനിക്ക് തോന്നുന്നു 2 കീ കൂടി ചെയ്യാനുള്ളൊരു 10,000 രൂപ റേഞ്ച് ആണെന്ന് തോന്നുന്നു. ഇൻ കേസ് കൂടുതൽ വല്ലതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടി ഇട്ടേക്കുക. ഞാൻ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ കുറച്ച് നാൾ മുമ്പ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വാഹനത്തിൽ ചെയ്തൊരു ഓർമ്മ വെച്ചാണ് ഞാനിത് പറഞ്ഞത്. ഇത് പിന്നെ ആമസോണിലും അവൈലബിൾ ആണ്. ഈ ഒരു കവർ മേടിക്കാൻ കിട്ടും, നമ്മൾ തന്നെ അസംബിൾ ചെയ്ത് എടുത്താൽ മതി. അതിന് ഏകദേശം എനിക്ക് തോന്നുന്നൊരു 350 രൂപ സംതിങ് എങ്ങാണ്ടേ ഉള്ളൂ. പുറത്തുനിന്ന് ചെയ്യുന്നതിൻ്റെ റേറ്റാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി ഇതിൻ്റെ കുഴപ്പത്തിലോട്ട് നമുക്ക് വരാം. അതായത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറഞ്ഞൊരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടെ ചെയ്യുക. അത് വേറൊന്നും കൊണ്ടല്ല, കാരണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ രസമുണ്ടെന്നല്ലാതെ നമ്മൾ കീ സിലിണ്ടറിലോട്ട്, അത് നിങ്ങൾക്ക് ഈ കാണാൻ സാധിക്കുന്നില്ല, കീ സിലിണ്ടറിലോട്ട് ഞാൻ ഈ താക്കോലിട്ടു, കീ ഓൺ ചെയ്തു, ഇഗ്നീഷൻ ഓണായി. ഇപ്പോൾ ഇഗ്നീഷൻ ഓണാണ്, അതുകൊണ്ടാണ് വേറെ സൗണ്ടൊന്നും കേൾക്കാതെ. ഞാനിത് ഓഫ് ചെയ്തു. ഇനി അടുത്തത് ACC ഓഫ് ചെയ്യാൻ നേരത്ത് നമ്മൾ സാധാരണ ഒന്ന് ജസ്റ്റ് തിരിക്കുന്നതിന് പകരം ഒന്ന് പ്രസ് ചെയ്തിട്ടാണ് ACC ഓഫ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഈ ഒരു കട്ടി, അതായത് ഈ താക്കോൽ കുറച്ചുകൂടെ നമ്മൾ അകത്തോട്ട് പുഷ് ചെയ്തിട്ട് വേണം ACC ഓഫ് ചെയ്യാൻ വേണ്ടി. അതായത് ACC ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ലോക്കാണ് വീഴുന്നത്. ആ ACC ഓഫ് ചെയ്യണമെങ്കിൽ അകത്തോട്ടൊന്ന് പ്രസ് ചെയ്യണം. അങ്ങനെ പ്രസ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു പാടൊക്കെ ഉണ്ടാകുന്നത്. നിങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ശരിക്കും ഞാൻ ഈ പറഞ്ഞ എന്താണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് ഭാവിയിൽ കുഴപ്പം വരാനുള്ളൊരു ചാൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന കീ സിലിണ്ടറിന്, അതായത് ഈ പോർഷൻ കംപ്ലൈൻ്റ് ആയി തുടങ്ങും. കാരണം നമ്മൾ ആ കൊടുക്കുന്ന ഫോഴ്സ്, ശരിക്കും പറഞ്ഞാൽ താക്കോൽ വളരെ സ്മൂത്തായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കണം, ഓഫ് ചെയ്ത് വളരെ സ്മൂത്തായിട്ട് ഊരിയെടുക്കാനും സാധിക്കണം. പക്ഷേ ഇത് കാണാൻ ഒരു ഭംഗി എന്നല്ലാതെ ഇതിന് വരുന്നൊരു കുഴപ്പമാണ് ഞാൻ പറയുന്നത്. പക്ഷേ എല്ലാം വാഹനത്തിന് ഇതുപോലെ വരണമെന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ താക്കോലിൻ്റെ ലെങ്ത്തിൻ്റെ വ്യത്യാസം കൊണ്ടാണ് വരുന്നത്. അല്പം കൂടെ ലെങ്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞൊരു പ്രോബ്ലം ഉണ്ടാകത്തില്ല. അത് ഓരോ വാഹനത്തിനും ഓരോ രീതിയാണ്. ഇത് കുറച്ച് ഉള്ളിലോട്ടാണ് നിൽക്കുന്നത്, ചില വാഹനത്തിന് അത് കുറച്ച് പുറത്തോട്ടാണ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതെങ്കിൽ ഈ ഒരു പ്രോബ്ലം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനിതിപ്പം പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ കഴിവതും ഈ താക്കോൽ വല്ലപ്പോഴും മാത്രം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും ഈ താക്കോൽ യൂസ് ചെയ്യാതിരിക്കണം എന്ന് തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. വേറൊന്നും കൊണ്ടല്ല, കാരണം ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞൊരു പ്രോബ്ലം കാണിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഈ കീ സിലിണ്ടറിൻ്റെ പ്രശ്നം വന്നാൽ ഈ കീ സിലിണ്ടർ അസംബ്ലി നമ്മൾ മാറേണ്ടി വരും. അന്നേരം കീ സിലിണ്ടർ മാറി കഴിയുമ്പോഴത്തേക്കും താക്കോലും കാര്യങ്ങളൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു പ്രോബ്ലം ഇതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് കഴിവതും നമ്മൾ വലിയൊരു എമൗണ്ടിലോട്ട് പോകാത്ത രീതിയിൽ തന്നെ ഈ ഒരു താക്കോൽ മാറി ഇതിൻ്റെ ലെങ്ത് കൂടിയതിടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്കത് സുഖമായിട്ട് ചെയ്തെടുക്കാം. കാരണം ഈ ഒരു താക്കോൽ മാത്രമേ ഉള്ളൂ, ഇതിനകത്ത് ചിപ്പുണ്ട്, ഈ ചിപ്പിന് വേറൊരു പ്രശ്നം നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഈ താക്കോൽ മാത്രമായിട്ട് നമുക്ക് മാറാൻ കിട്ടും. ലെങ്ത് ഉള്ള ടൈപ്പ് മേടിച്ച് ഈ ഒരു രീതിക്ക് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളാരും മറക്കരുത്. നിങ്ങളുടെ വാഹനത്തിന് ഈ പറഞ്ഞൊരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതൊന്ന് ക്ലിയർ ചെയ്തേക്കുക.